لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أولئك يسارعون في الخيرات وهم لها سابقون ولا نكلف نفسا إلا وسعها ولدينا كتاب ينطق بالحق وهم لا يظلمون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ സ്വഭാവങ്ങൾ വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലും പല സ്ഥലങ്ങളിലുമായി വിശദീകരിക്കുന്നു. അപ്പൊ ആ പറയപ്പെട്ട വിശേഷണങ്ങളുമായി നമ്മുടെ ജീവിതത്തെ തട്ടിച്ചു നോക്കിയാൽ നമ്മളിലൊക്കെ എത്രമാത്രം വിശ്വാസം, ഈമാൻ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും അറിയുവാനും കഴിയും. സൂറത്തുൽ മുഅ്മിനൂന്റെ തുടക്കത്തിലുണ്ട്, അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിലുണ്ട്, പല സ്ഥലങ്ങളിലായിട്ട് വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. സൂറത്തുൽ മുഅ്മിന്റെ 57 മുതൽ 63 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ. അവർ അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു ഭയം അവർക്ക് നിരന്തരമായി അവർക്കുണ്ട്. പടച്ചവൻ അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കും. വല്ലദീനഹും ബി ആയാത്തി റബ്ബിഹിം യുഅ്മിനൂൻ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. വല്ലദീനഹും ബി റബ്ബിഹിം ലാ യുശ്രികൂൻ. അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവരാണ്. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. എന്തെങ്കിലുമൊക്കെ നൽകുമ്പോൾ, ദാനധർമ്മങ്ങളാവട്ടെ ആരാധനകളാവട്ടെ, എന്ത് നിർവഹിക്കുമ്പോഴും അള്ളാഹു അത് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന ഒരു ഭയത്തോടുകൂടെ, ഹൃദയഭയത്തോടുകൂടെയാണ് അവർ ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. നന്മകളിൽ അവർ മത്സരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ ആവേശവും താല്പര്യവും അവർക്ക് മറ്റുള്ളവരെക്കാളും കൂടുതൽ ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് സത്യവിശ്വാസികളുടെ വിശേഷണങ്ങളായി അള്ളാഹു പറയുന്നത്. ഇത് ഈ സന്ദർഭത്തിലും സമയത്തിലും പറയാനുള്ളൊരു കാരണം നമുക്കറിയാം. കഴിഞ്ഞ ഖുതുബയിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ള, ശ്രേഷ്ഠമായിട്ടുള്ള ചില ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹ. ഈ ദിവസങ്ങളിലുള്ള സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ മറ്റു ദിവസങ്ങളില്ല. അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മിന്നാദികളും.
ഇനി പറയപ്പെട്ട 10 ദിവസങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കർമ്മങ്ങൾ നമ്മളിൽ നിന്നുണ്ടായാൽ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കരസ്ഥമാക്കാൻ പറ്റിയ ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിച്ച ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. ഏറ്റവും ശ്രേഷ്ഠമായ ഈ ദിനങ്ങൾ ഒരു അവസരമാണ് സഹോദരൻ, ജീവിതത്തിൽ ഒരു അവസരമാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ധാരാളം സഹോദരന്മാർ ഹജ്ജിലാണ്. അള്ളാഹു സ്വീകാര്യമായ ഒരു ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഈ നന്മകളിൽ നമ്മൾ മത്സരിക്കുക, മുന്നേറുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരവസരം നമുക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു അവസരം കിട്ടുക എന്ന് പറയുമ്പോൾ ആ അവസരത്തെ പരമാവധി വിനിയോഗിക്കുവാനുള്ള ഒരു മനസ്സാണ്. അതാണ്. നമുക്ക് നിസ്കരിക്കാം, ഒറ്റയ്ക്ക് നിസ്കരിക്കാനും, ജമാഅത്തായി നിസ്കരിക്കാം. ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു നമസ്കാരത്തിന്റെ എത്രയോ വലിയ പ്രതിഫലം, ഇത്രയൊക്കെ മതി എന്ന് വിചാരിക്കുന്ന അപ്പുറം പരമാവധി പ്രതിഫലം കിട്ടാനുള്ള വഴികൾ അന്വേഷിക്കാം എന്ന് വിചാരിക്കുന്നത് ഒരു നല്ല കാര്യമല്ലേ. അപ്പോൾ ഈ ശ്രേഷ്ഠമായ ദിനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹജ്ജ്. ഹജ്ജ് സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ആ ഹജ്ജ് നിർവഹിക്കാത്ത ഒരാൾക്ക് നഷ്ടപ്പെടുന്ന ആ അവസരം എത്ര വലുതാണ് എന്ന് നമ്മൾ ആലോചിക്കണം. എപ്പോഴും ആൾക്കാർ പറയും സമയമായിട്ടില്ലല്ലോ, പ്രായമായിട്ടില്ലല്ലോ, കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് പോവാന്നാണ്. ഒരു സഹോദരി പറഞ്ഞു, തന്റെ ഒരു ഉംറക്ക് പോവാൻ വേണ്ടി എൻ്റെ അടുത്ത് സ്വന്തമായിട്ട് പണമുണ്ട്, പക്ഷേ ഭർത്താവിനോട് പറയുമ്പോൾ ഭർത്താവ് പറയും എന്താ അറിയോ, സമയമായിട്ടില്ല, എന്തിനപ്പോ തന്നെ പോണത്, നമുക്ക് കുറച്ചും കൂടെ ഒക്കെ വയസ്സായി, സമയമാകുമ്പോൾ പോകാലോ എന്നാണ് പറയുന്നത്. എവിടെയാണ് സുഹൃത്തുക്കളെ നമ്മൾ അടുത്തൊരു സമയത്തുണ്ടാകും എന്ന് നമുക്ക് എന്ത് ഉറപ്പുള്ളത്? അഥവാ നമ്മൾ കയ്യിൽ പണം ഉണ്ടായിട്ട് ഹജ്ജ് ചെയ്യാൻ കഴിയാതെ മരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കും നിങ്ങൾ, അതിന്റെ നഷ്ടത്രയെന്ന് പറയുന്നത് വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. അള്ളാഹു പറഞ്ഞതുപോലൊരു ഹജ്ജ്, മബ്റൂറായ ഒരു ഹജ്ജ് നിർവഹിച്ചാൽ സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ലാണ്. നമ്മളിപ്പോ ദുനിയാവിൽ എത്ര സമ്പത്ത് കൂട്ടി പോയിട്ട് എന്താണ് സഹോദരൻ? നമ്മൾ നല്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രായമൊക്കെ ആകുമ്പോൾ ആൾക്ക് സാമ്പത്തിക വരുമാനം ഉണ്ട്. എന്നൊക്കെ 14, 15 വയസ്സാകുമ്പോൾ കുട്ടികളെ കയ്യിൽ പണം വരാൻ തുടങ്ങും. ലക്ഷങ്ങളും കോടികളൊക്കെ ചെറുപ്പക്കാരായ ആൾക്കാർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ മുൻഗണന നൽകേണ്ടത് മരിച്ചു പോകാൻ ഏത് സന്ദർഭത്തിലും, പ്രായം കൊണ്ട് മാത്രമല്ല ആൾക്കാർ മരിക്കുന്നത്. അപ്പോ സ്വർഗം കിട്ടും എന്ന് അള്ളാഹു പറഞ്ഞ ഒരു കർമ്മമാണ് ഹജ്ജ്. അത് നിർവഹിക്കേണ്ട പുണ്യ ദിവസങ്ങളാണിത്. ഇപ്രാവശ്യം പറ്റിയില്ലെങ്കിൽ അടുത്തൊരു തവണയെങ്കിലും ഒന്നാണ്. നോക്കൂ നിങ്ങൾ, മറ്റൊരു ഹജ്ജിന്റെ ഒരു മഹത്വം. ഹജ്ജ് മിസ്സാകുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യാൻ പറ്റാതെ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും മരിച്ചു പോണ ഒരാള് അവസ്ഥ പറയാനാണ് പറയണത്. അതായത് നരകത്തിൽ നിന്ന് മോചനം, യഅ്തിഖുല്ലാഹു ഫീഹി ഇബാദഹു മിനന്നാർ എന്നാണ്. അള്ളാഹു അറഫയിൽ നിൽക്കുന്ന ആൾക്കാരെ കൂട്ടത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കും. നരകത്തിൽ പോവാൻ പറ്റുന്ന ആളുകളെ എന്ത് ചെയ്യും? ആ അറഫന്റെ ദിനം അള്ളാഹു എന്ത് ചെയ്യും? മോചിപ്പിക്കുന്നതാണ്. ഇപ്പൊ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾക്ക് നരകമോചനം ലഭിച്ച ഭൂമിയാണ് അറഫയുടെ മണ്ണ് എന്ന് പറഞ്ഞാൽ. അവിടെ എത്തുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ്. ആ ഒരു അവസരം, അതാ പറഞ്ഞ ഒരു അവസരം, വഹും ലഹാ സാബിക്കുന്നല്ലേ, അത് നേരം വൈകിക്കല്ല, എത്ര നേരത്തെ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുക എന്നുള്ളത് വിശ്വാസത്തിന്റെ ഒരു വിശേഷണമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, അവിടെ ഒരാൾ താമസിക്കുമ്പോൾ പ്രത്യേകിച്ച് ചിലപ്പോൾ 40 ദിവസം വരെയൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ചിലപ്പോൾ ഒരു മാസമായിരിക്കും. ഈ ഒരു മാസമൊക്കെ നമ്മൾ ഹറമൊന്ന് നിസ്കരിക്കുക, തവാഫ് ചെയ്യാം, അതേപോലെ തന്നെ അദ്കാറുകൾ, ആ പരിശുദ്ധ ഭൂമിയിൽ കഴിച്ചു കൂട്ടുന്ന മദീനയിലെ സന്ദർശനം, എന്തെല്ലാം പുണ്യങ്ങളാണ്. ഒരു ഹജ്ജിന്റെ പുണ്യം മാത്രമല്ല, ഹജ്ജിന് വേണ്ടി താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ദിനരാത്രങ്ങളിൽ ലഭിക്കുന്ന പുണ്യങ്ങളോ, അതും അഗണ്യമായ കണക്കില്ലാത്ത പുണ്യങ്ങളാണ് അവിടെ കിട്ടാൻ പോകുന്നത്. ധാരാളം കാര്യങ്ങൾ. മാത്രമല്ല, ഹജ്ജിന് പോയി വന്ന ഒരാളും ഹജ്ജിന് പോകാത്ത ഒരാളും തമ്മിൽ മാനസികമായ വിശ്വാസത്തിൽ കുറെ വ്യത്യാസങ്ങളുണ്ട്. കാരണം അതൊരു ബോധ്യമാണ്. അതായത് നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ തവാഫ് നിന്നിട്ടില്ലല്ലോ, ഏതെങ്കിലുമൊക്കെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ വല്ല കലാപങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴല്ലാതെ എന്ത് ചെയ്യുന്ന തവാഫ് നിൽക്കുന്നില്ല. അപ്പൊ ഈ സ്വർഗവും നരകമൊക്കെ വിശ്വസിച്ച് ജനകോടികൾ തലമുറകളായിട്ട് എന്ത് ചെയ്യാണ് അവിടെ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കണം. അതിലുപരി എന്താന്ന് വിചാരിച്ചാൽ എല്ലാ ആളുകളും ഒന്നിച്ചു വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അറഫയാണ്. ബാക്കി കർമ്മങ്ങൾക്കൊക്കെ പല സമയത്ത്, പിന്നെ അറഫയിലേക്ക് പോവുകയാണെങ്കിൽ പല സമയത്ത് ആൾക്കാർ പോവും, അതേപോലെ തന്നെ മിനയിൽ പല സമയത്ത് വരും, ഒക്കെ ഉണ്ടാവും. ചില ആൾക്കാർ നേരത്തെ ഹജ്ജ് കഴിഞ്ഞു പോരും. എന്നാൽ അറഫയിൽ എല്ലാവരും എന്ത് ചെയ്യും? ഏകദേശം ഒരേ സമയത്താണ് നിൽക്കുക. അപ്പൊ ആ ജനലക്ഷങ്ങൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒരു ബോധ്യമുണ്ടല്ലോ സുഹൃത്തുക്കൾ. ഒന്നെല്ലാവരും ആകാശത്ത് കൈ ഉയർത്തുമ്പോൾ പടച്ചോണ്ട് എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാവണില്ലേ? ഒരു മഹ്ശറ നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ലേ? ഒരേ വേഷത്തില് ജനലക്ഷങ്ങൾ നിൽക്കുന്ന ആ കാഴ്ച കാണുമ്പോൾ എന്തൊരു
എന്തൊരു മനസ്സാണത്. കണ്ണീരോടുകൂടെ ആളുകൾ അള്ളാഹ് ഒന്നാനാകാശത്തേക്ക് വന്ന് ആളുകളുടെ പ്രാർത്ഥന കേൾക്കുന്ന ആ ഒരു സന്ദർഭത്തിന് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയൊരു ബോധ്യമാണ് മനുഷ്യനുണ്ടാക്കുന്നതെന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. അപ്പോ ഇത്തരത്തിലുള്ള എത്രയോ നൂറ്റാണ്ടുകളായി ഒരുപക്ഷെ പ്രപഞ്ചത്തിന്റെ മനുഷ്യന്റെ ആരംഭം മുതൽ ആദം നബി അലൈഹി ഇസ്ലാം നിർമ്മിച്ചു വന്ന ഈ കഅബാലയത്തിന്റെ ആ ചരിത്ര പരമായ ആ പള്ളി അള്ളാഹുവിന്റെ വിശുദ്ധ ഗേഹത്തിന്റെ മുന്നിൽ മുറ്റത്ത് നിൽക്കുമ്പോൾ, അതിന്റെ മത്താഫിൽ നിൽക്കുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ, ഇതൊക്കെ പോയവർക്കല്ലേ കിട്ടുള്ളൂ, പോകാത്തവർക്ക് കിട്ടും. അപ്പൊ ഹജ്ജിന് പോയതിന് ശേഷമുള്ള നമ്മുടെ ഇസ്ലാമിക ജീവിതവും ഹജ്ജിന് പോകുന്നതിന് മുമ്പുള്ള ഇസ്ലാമിക ജീവിതവും ഹജ്ജ് ചെയ്യാത്തവരുടേതും ഭയങ്കരമായ വ്യത്യാസമുണ്ട്. സൗകര്യങ്ങൾ ഇനിസ്തത്തായിലേക്ക് സബീല, പോകാൻ സൗകര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇനി ഈ ശ്രേഷ്ഠമായ ഒരു നാട് വരുന്നതിന് മുമ്പ് ആ ഒരു അവസരത്തെ വിനിയോഗിക്കുവാനും ഒരു നിയ്യത്താക്കാനുള്ള ഒരു മനസ്സ് എന്ത് ചെയ്യണം, ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം തന്നെ അറഫയാണ്. അവിടെ നിന്നുള്ള പ്രാർത്ഥനയാണ്. ഖൈറു ദുആഉ യൗമി അറഫ എന്നാണ്. പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അറഫാ ദിനത്തിന്റെ പ്രാർത്ഥനയാണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായ ഈ ദിനങ്ങളിൽ നിർവഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നോമ്പ്. അറഫയിൽ നിൽക്കുന്ന ഹാജിമാർ നോമ്പ് നോൽക്കുന്നില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യാണ്, നോമ്പ് നോൽക്കുക എന്നുള്ളത് എത്ര വലിയ പ്രതിഫലമാണ് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അതായത് 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഒരു പുണ്യകാര്യമാണ് ആ അറഫന്റെ ഒരു ദിവസത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ. അത്രയും പ്രാധാന്യം. 2 വർഷത്തെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടാൻ അതൊരു കാരണമായി തീരുന്നതാണ്. സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തല്ലതി ഖബലഹു വസ്സനത്തല്ലതി ബഅദഹു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, യൗമു അറഫ, അറഫ ദിനത്തിലുള്ള നോമ്പ്, അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സന, ഞാൻ വിചാരിക്കുന്നത് അള്ളാഹു എന്ത് ചെയ്യും, ഒരു മുമ്പത്തൊരു വർഷത്തെ പാപവും വസ്സനത്തല്ലതി ബഅദഹു, ശേഷം വരുന്ന ഒരു വർഷത്തെ പാപവും അള്ളാഹു പുറത്തിടുന്നതാണ്. അപ്പോ നമുക്ക് വളരെ ഒരു ദിവസത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രയാസമുള്ള കാര്യമല്ല, വളരെ ലളിതമായി ചെയ്യാവുന്ന കാര്യം. പക്ഷേ അഥവാ നമ്മുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് ഈ അതിശ്രേഷ്ഠമായ ഈ ദിനരാത്രങ്ങളിൽ അള്ളാഹുവിന്റെ അമലുകൾ ഏറ്റവും ഇഷ്ടമുള്ള ദിവസം നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പറ്റാത്ത ഒരു കാര്യമാണ് അറഫയുടെ നോമ്പ്. ഇത് ഞാൻ പറഞ്ഞു വരുന്ന ഒരു അവസരമാണ്. അള്ളാഹുവിന് നന്മകൾ ചെയ്ത് നമുക്ക് മത്സരിക്കാനുള്ള, മുന്നേറാനുള്ള നല്ലൊരു അവസരത്തെ നമ്മൾ എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടും. അതേമാതിരി ദിക്റുകൾ, അതിന് പ്രത്യേകമായിട്ട് നമ്മളിങ്ങനെ ഏത് സമയത്താണ് ഓർമ്മ വരുന്നത് ആ സമയത്തൊക്കെ നമുക്ക് ദിക്റുകൾ ചെല്ലാൻ പറ്റിയ ഒരു സന്ദർഭമാണ് ഈ സന്ദർഭം എന്ന് പറഞ്ഞാൽ. അത് അള്ളാഹു പ്രത്യേകമായി വിശുദ്ധ ഖുർആനിൽ അയ്യാമു തശ്രീഖിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പ്രത്യേകമായി പറയുന്നുണ്ട്, വയദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമി മഅലൂമാത്ത്, അറിയപ്പെട്ട ചില ദിവസങ്ങളിൽ എന്താണ് അള്ളാഹുവിനെ ഓർമ്മിക്കുകയാണ്. അതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ അറഫന്റെ അന്ന് മുതൽ എന്ത് ചെയ്യും, അയ്യാമു തശ്രീഖ് പൂർത്തിയാകുന്നത് വരെ എന്ത് ചെയ്യും, ഈ ദിക്റുകൾ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. സാധാരണ നമുക്ക് അറിയുന്ന തഹ്ലീലുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ് എന്നൊക്കെയുള്ള നമുക്ക് അറിയാവുന്ന ദിക്റുകൾ തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ എന്നൊക്കെയുള്ള നമുക്ക് അറിയാവുന്ന സാധാരണ പരിചിതമായ ദിക്റുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇസ്തിഗ്ഫാർ, അല്ലാഹുവോട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാനുള്ള സുബ്ഹാനല്ലാഹി വബിഹംദിഹി നമ്മൾ സാധാരണ ചൊല്ലി നമ്മുടെ ജീവിതത്തിൽ രാവിലെയും വൈകുന്നേരമൊക്കെ ചൊല്ലുന്ന ദിക്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, നഷ്ടപ്പെടാതെ നമ്മൾ വളരെ കൃത്യതയോടുകൂടെ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നോമ്പ് നോൽക്കുക, അതേപോലെ തന്നെ ഹജ്ജിന്റെ അവസരം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കാം. പിന്നെ ഈ ദിവസത്തിൽ തന്നെ നമ്മൾ ജമാഅത്തായ നമസ്കാരങ്ങൾ വളരെ കൃത്യതയോടുകൂടെ നിർവഹിക്കുവാൻ വേണ്ടി ശ്രമിക്കാം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ ബലിപെരുന്നാളാണ്. ബലിപെരുന്നാളിന്റെ ദുൽഹജ്ജ് 10 എന്നതും യഥാർത്ഥത്തിൽ എന്താണ്, ഈ 10 ദിനങ്ങളിൽ ഉൾപ്പെട്ടൊരു ദിവസമാണ് ദുൽഹജ്ജ് 10. സാധാരണഗതിയിൽ നമ്മൾ ഉളുഹിയ്യത്തൊക്കെ ആ ദിവസങ്ങളിൽ വരുമ്പോൾ തീർച്ചയായും മറ്റ് കർമ്മങ്ങൾക്ക് മറ്റ് സന്ദർഭങ്ങളിൽ കിട്ടുന്നതിനേക്കാൾ നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു സന്ദർഭമാണ് ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇങ്ങനത്തെ ധാരാളം നന്മകൾക്ക് അവസരമുണ്ട്. പിന്നെ മാത്രമല്ല, ഒരു പെരുന്നാൾ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന ഒരു പുണ്യകരമായ കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു മുഅക്കദായിട്ടുള്ളതാണ് ആ ദിവസത്തെ നമസ്കാരം എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെയും സ്ത്രീകളെയൊക്കെ അതിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി പ്രത്യേകമായി നമ്മൾ താല്പര്യം കാണിക്കണം. പലപ്പോഴും എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളെല്ലാവരും ജുമാക്ക് വന്നു, ഈ ഖുതുബകളും പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ ഭാര്യമാർക്ക് അതിനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട്. നമ്മൾ വളരെ ഗൗരവത്തിൽ. പക്ഷെ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ജുമാക്കാണെങ്കിലും അതേപോലെ തന്നെ ഈദ്ഗാഹിലേക്കാണെങ്കിലും ആ ഇസ്ലാമികമായ ഹിജാബ് അത് വളരെ കണിശമായി പാലിച്ചുകൊണ്ടാണ്
നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സാധാരണഗതിയിൽ എന്താ വെച്ചാൽ ആളുകൾ എല്ലാ ദിവസവും ധരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ കല്യാണം വരുമ്പോഴും ആഘോഷങ്ങൾ വരുമ്പോഴൊക്കെ മാറ്റിവെക്കാണ്. അതുകൊണ്ട് പെരുന്നാൾക്കൊക്കെ ചിലപ്പോൾ ഇസ്ലാമികമായ ഹിജാബുകളിൽ നിന്നൊക്കെ മാറി നമ്മുടെ കുട്ടികളൊക്കെ പുതിയ വസ്ത്രം ധരിക്കുമ്പോഴൊക്കെ പലപ്പോഴും അങ്ങനെ സംഭവിക്കാണ്. ഒരിക്കലും ഈദ്ഗാഹിലോ അല്ലെങ്കിൽ ജുമാക്ക് വരുന്ന സന്ദർഭത്തിലോ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാവുന്നതാണ്. പിന്നെ നമുക്കറിയാം, പിന്നെ വലിയ പെരുന്നാളിന്റെ അന്ന് ഈദുൽ അദ്ഹന്റെ അന്ന് ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഈദ്ഗാഹ് കഴിഞ്ഞ് വന്നിട്ടാണ് ഭക്ഷണം പ്രധാനം. കാരണം കഴിയുന്നതും നമ്മൾ അറുത്ത ഉരുവിൽ തന്നെ ഭക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്നാണ്. പിന്നെ ഒരു ആഘോഷ ദിവസങ്ങളിലൊക്കെ പരസ്പരമുള്ള ആശംസകൾ നേരാൻ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും ഇതുപോലെയുള്ള വാക്കുകളൊക്കെ നമ്മുടെ പൂർവികന്മാർ പറഞ്ഞതായിട്ട് റിപ്പോർട്ടിൽ കാണാൻ പറ്റും. അത് നമ്മൾ എന്ത് ചെയ്യുക, ശരിയായി നിർവഹിക്കാൻ, പരസ്പരമുള്ള ആശംസകളും കാര്യങ്ങളും നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കാം. പെരുന്നാളിന് പുതുവസ്ത്രം, അതേപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ അവർക്ക് അത്ര സുഗന്ധങ്ങൾ ഉപയോഗിക്കാം. ഇതൊക്കെ സുന്നത്തായിട്ടുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ്. പിന്നെ തക്ബീർ വളരെ ഗൗരവത്തോടുകൂടി അതിന് അർത്ഥം അറിഞ്ഞുകൊണ്ടും അതിന് രൂപത്തിലും നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഏതായിരുന്നാലും ശ്രേഷ്ഠമായ ഈ ദിനങ്ങൾ നമ്മളിൽ ഈമാനുണ്ടോ, നമ്മൾ എത്രമാത്രം വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നു എന്ന നമ്മുടെ മനസ്സിലെ ആ വിശ്വാസത്തെ പ്രകടിപ്പിക്കാനും നന്മകൾക്ക് അവസരം കിട്ടുന്ന ഈ സന്ദർഭത്തിൽ മറ്റൊരു കാലത്തും ഇല്ലാത്തൊരു ആവേശവും ഒരു താല്പര്യവും ഈ 10 ദിനങ്ങളിൽ കാണിക്കാനും നമ്മൾ താല്പര്യം കാണിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ആ ഈമാൻ ഉണ്ട് എന്നതിന്റെ യഥാർത്ഥ ലക്ഷണം പ്രകടമാകുന്നത്. ശരിയായ ദീൻ ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തുയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഈ തദബ്ബുറുൽ ഖുർആൻ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. അള്ളാഹു ആവർത്തിച്ച് ചോദിക്കുന്ന കാര്യം. അതായത് വിശുദ്ധ ഖുർആൻ നമ്മൾ എന്ത് ചെയ്യുക, ചിന്തിച്ചും ആലോചിച്ചും കൊണ്ട് പഠിക്കാം. അത് അള്ളാഹു ആവർത്തിച്ച് വിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ആത്മാർത്ഥമായി വിശുദ്ധ ഖുർആനിന്റെ വാക്കുകളെ തൊട്ട് അത് ശരിയായ രൂപത്തിൽ, അത് ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഒരു പഠനം നടത്തുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അത് സ്വന്തമായൊരു വായനയുടെ ആയിരുന്നാലും ഒരു ക്ലാസ് പോയിട്ടാണെങ്കിലും അതെന്താണ് അതിന്റെ ഗുണം എന്ന് വിശാലമായി സൂറത്തു നിസായിലെ ഇതേ വാക്കിനെ വിശദീകരിക്കുന്ന സമയത്ത് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അതായത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കിട്ടേണ്ട കുറെ വെളിച്ചമുണ്ട്. ഒന്നൊരു ബോധ്യമാണ്, ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് എന്ന് എപ്പോഴാ ബോധ്യപ്പെടുക? ഖുർആൻ കൂടുതൽ കൂടുതൽ പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, അത് ബോധ്യപ്പെടുക. വിശുദ്ധ ഖുർആൻ മനുഷ്യൻ അവതരിപ്പിച്ചു തന്നതിലൂടെ അള്ളാഹു എന്താണോ ലക്ഷ്യമാക്കുന്നത് ആ ലക്ഷ്യം നമ്മൾ സാക്ഷാത്കരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മളത് പഠിക്കണം. അള്ളാഹുവിനെ കുറിച്ച് അറിയാനും അള്ളാഹുവിന്റെ മഹത്വങ്ങളെയും വിശേഷണങ്ങളെയും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ മഹത്വങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഖുർആൻ പഠിക്കണം. പരലോകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ചൊക്കെ അള്ളാഹ് അറിയിച്ചു തന്ന മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് വിശുദ്ധ ഖുർആൻ എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു സന്ദർഭവും സമയം ഉപയോഗിച്ചിട്ട് വിശുദ്ധ ഖുർആൻ ശരിയായ ഒരു പഠനത്തിന് നമ്മൾ വിധേയമാക്കണം. അത് നമ്മുടെ വിശ്വാസത്തെയും ഈമാനെയും വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുന്ന കാര്യമാണ്. ധാരാളം ഖുർആൻ പരീക്ഷകളും ഖുർആൻ ബന്ധമായി വായിക്കുന്ന ആളുകൾക്ക് അതിനെ പ്രോത്സാഹനകരമായിട്ടുള്ള പല മത്സരങ്ങളും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളും ഒരു സന്ദർഭവും സമയമൊക്കെ ജീവിതത്തിൽ കണ്ട് അതിന് നമ്മൾ അവസരങ്ങളെ വിനിയോഗപ്പെടുത്തണം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണെന്ന് ഖുർആൻ അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദീൻ ശരിയായി ഉൾക്കൊള്ളുവാനും വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അതിന്റെ ആശയങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകളെ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. രോഗങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു മൗഫുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഖറാമ ഇന്നഹ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വ ഫിൽ ആഖിറതി ഹസനതൻ വ ഖിനാ അദാബൻ നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.